എന്റെ മോനെന്ന് പറയുന്നവൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവന്റെ കോലം കണ്ടില്ലേ? വേണ്ട, നീ ഈ കോലത്തിൽ വന്നിട്ടും നിന്നെ ഞാൻ തല്ലാത്തതും പിടിച്ചിറക്കി ഇവിടുന്ന് വിടാത്തതും നിന്റെ അമ്മയുടെ കഴിവുകേടായിട്ട് കാണരുത് നീ. സത്യം പറഞ്ഞ സ്പിരിറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അബ്കാരി കോൺട്രാക്ടർ വിശ്വനാഥനുമായിട്ടൊരു പ്രശ്നമുണ്ടായി. അയാളുടെ സ്പിരിറ്റ് ലോറി ഞാനും കുറച്ചാളുകളുമായിട്ട് ചേർന്ന് തടഞ്ഞു. ആ വൈരാഗ്യത്തിന് എൻ്റെ വീട്ടിലെ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ച് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാ. സത്യം തെളിയിക്കാൻ നോക്കിയെങ്കിലും അയാളുടെ സ്വാധീനം വെച്ച് ഞാൻ അകത്തായി. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അവരെന്നെ കൊല്ലും. ചിലപ്പോ ഇതിനകത്ത് വെച്ച് എന്നെ, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാലും സാരമില്ല. ഞാനിതിനകത്ത് കിടക്കുമ്പോൾ എന്നെ മോക്കും ഭാര്യയ്ക്കും ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ദുഷ്ടന്മാരാവന്മാര്, അതാ എനിക്ക് പേടി. ചെയ്യാത്ത കുറ്റത്തിനാ ഞാൻ. ചേട്ടാ, വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. വരുന്നതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. ദേ, ഈ ഇരിക്കുന്ന ശിവൻ ചേട്ടനും നിങ്ങളെ പോലെ തന്നെയാ. ചെയ്യാത്ത കുറ്റത്തിനാ ഇവിടെ കിടക്കുന്നത്. കുഞ്ഞോളെ, ദേ വന്നു നിന്റെ മോനും തമ്പുരാട്ടിയും. നീ എവിടെ നിന്നേ? എനിക്ക് നിന്നോട് കുറച്ച് ചോദിക്കാനുണ്ട്. ഭദ്രേട്ടാ, അങ്ങോട്ട് മാറ്, ഞാൻ ചോദിക്കാം. ഇതിപ്പോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്ക്, ഉറങ്ങണം. നിന്നെ ഉറക്കി തരാടി ഞാൻ. എന്ത് വേണ്ട. ആറ് തവണ എണ്ണിക്കൊണ്ട് 6 തവണ നിന്നെ ഞാൻ വിളിച്ചു. നീ എന്താ കോൾ എടുക്കാത്തത്? അത് പിന്നെ അമ്മ, നീ കുടിച്ചിട്ടുണ്ടല്ലേ? നീ മദ്യപിച്ചിട്ടുണ്ടോന്ന്? മദ്യപാനം പറഞ്ഞു കൊച്ചാക്കല്ലേ. ഞങ്ങള് രണ്ടുപേരും കൂടെ വരുന്ന വഴിക്ക് പബ്ബിലൊന്ന് കേറി, ഓരോ കോക്ടെയില് കുടിച്ചു. ശീലം ഇല്ലാത്തോണ്ട് സാറ് ഒന്നിലൊതുക്കി, ഞാൻ 3 എണ്ണം അടിച്ചു. നീ ഒരു അഹങ്കാരിയാണെന്നേ നേരത്തെ അറിയായിരുന്നു. മദ്യപാനിയാണെന്നും കൂടി അറിഞ്ഞതില് വളരെ സന്തോഷം. നീ അർജുനെ മുറി കൊണ്ടാക്ക്. വരട്ടെ. ആദ്യം ഇവളെ എന്റെ മകളെ തല്ലിയതിന് സമാധാനം പറയട്ടെ.
എന്തോന്ന് സമാധാനം പറയാൻ? ഞാൻ അടിച്ചു, അവള് കൊണ്ടു. നീ എന്റെ മകളോട് മാപ്പ് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കയറിയാ മതി. ആ കോപ്പ് പറയും. ദേ ഇവളെന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിയതിന് ഇവക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പഴാ ഞാൻ ഇവളോട് മാപ്പ് പറയാൻ പോകുന്നത്. നീ എന്നെ തല്ലുവോ? എങ്കിൽ അവധിക്ക് വെക്കണ്ട, ഇപ്പൊ തല്ലടി. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തല്ലേ, ഞാനൊന്ന് കാണട്ടെ. ദേ നീ വല്ലാതെ എന്നെ കയറി പ്രലോഭിപ്പിക്കരുത്. ദേ ശരിക്കും എന്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. നീ എന്റെ കൊച്ചിന്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്ക്, നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. നീലിമേ, എന്തിനാ ആവശ്യമില്ലാതെ ഒരു വഴക്ക്? പിന്നെ അല്ലാതെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ വർത്തമാനം കേട്ടില്ലേ? പിന്നെ എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഓഫീസിൽ വെച്ച് ഇവര് തമ്മിൽ പ്രശ്നമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. ഇനി അത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട. ശരി എന്നാ. നാളെ മുതൽ ഓഫീസില് ഐശ്വര്യയും മനസൂയയും അവരവരുടെ ജോലി ചെയ്താൽ മതി. അതെ, അത് വേണ്ട. ആ എന്റെ ഭാര്യയെ അത്രയും പേരുടെ മുന്നിട്ട് തല്ലിയ ഇവള് ഇനി ഓഫീസിൽ വരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. അമ്മ, ഇന്നാളൊരു ദിവസേ ഞാനൊരു കിഴങ്ങനാണെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ അങ്ങ് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ ഇവൾ അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവൾക്ക് എന്ത് തേങ്ങ അറിയാം ഓഫീസിനെ കുറിച്ച്? വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. ഒന്ന് പോടോ. പിന്നെ അവളെ വിട് ഭദ്രേട്ടാ. എന്റെ മോനെന്ന് പറയുന്നവൻ നിൽക്കുന്നത് കണ്ടില്ലേ? നേരെ അവന്റെ നിന്ന് കോലം കണ്ടില്ലേ? ഇങ്ങനെ വേണ്ട. നീ ഈ കോലത്തിൽ വന്നിട്ടും നിന്നെ ഞാൻ തല്ലാത്തതും പിടിച്ചിറക്കി ഇവിടുന്ന് വിടാത്തതും നിന്റെ അമ്മയുടെ കഴിവുകേടായിട്ട് കാണരുത് നീ. ഈ നിൽക്കുന്ന ഇവള് കാരണം നീ അടി മേടിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് അകത്ത് കേറിപ്പോ. ഞാനാ? ബാക്കിയൊക്കെ നിനക്ക് ബോധം വന്നിട്ട് സംസാരിക്കാം. അയ്യോ വിടറാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഐശ്വര്യ, ഓ വാടാർലിംഗ്. നടന്നോ, നടക്ക് നടക്ക്. ഈ വീട്ടിലെ ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. നീ ഒറ്റ ഒരുത്തി. എന്ത് കാണാൻ എവിടെ നിൽക്കുന്നേ? കേറിപ്പോ.